നമ്മുടെ കഷ്ടപ്പാടുകളിലും നമ്മുടെ ദുഃഖത്തിലും സുഖത്തിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും പരസ്പരം അറിഞ്ഞ് സാന്ത്വനപ്പെടുത്തുന്ന ആളുകളാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. ഇപ്പം നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളെക്കുറിച്ച് ചോദിച്ചാൽ അവർക്ക് കൃത്യമായ ഉത്തരം പറയാൻ കഴിയുന്നില്ല. പരസ്പരം ഒന്നും ആഗ്രഹിക്കാതെ, ഒന്നും പ്രത്യേകിച്ച് ചിന്തിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ് പെരുമാറുന്ന, ഏത് കഷ്ടപ്പാടിലും നല്ല കാലത്തും അല്ലെങ്കിൽ മറ്റു സമയങ്ങളിലും കൂടെ നിന്ന് സാന്ത്വനിപ്പിക്കുന്ന, സ്നേഹം വിതറുന്ന ആളുകളാണ് ഏറ്റവും നല്ല സുഹൃത്തുക്കൾ. അതിനെയാണ് സൗഹൃദമെന്ന് നമ്മൾ വിളിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും സൗഹൃദം എന്ന വാക്കിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സൗഹൃദം എന്ന് പറയുന്ന അതിൻ്റെ അർത്ഥം നല്ല ഒരു ഊഷ്മളമായ സ്നേഹബന്ധമെന്നാണ്. അതിലൂടെ വളർത്തിയെടുക്കുന്ന വലിയ ഒരു കെട്ടുറപ്പ് അല്ലെങ്കിൽ ഒരു ബോണ്ടിങ് ആണ് സൗഹൃദം. ഇപ്പോൾ വഴിയിൽ പോകുന്ന ഒരാളെ നാം കണ്ടാൽ, അവരെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ അതൊരു ദൃഢമായ സൗഹൃദ ബന്ധമാവണമെന്നില്ല. മറിച്ച് നമ്മുടെ കഷ്ടപ്പാടുകളിലും നമ്മുടെ ദുഃഖത്തിലും സുഖത്തിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും പരസ്പരം അറിഞ്ഞ് സാന്ത്വനപ്പെടുത്തുന്ന ആളുകളാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. പ്രത്യേകിച്ച് നമുക്ക് ലോകത്തിൽ ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ, അതല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അത് ഫേസ്ബുക്കിലും മറ്റു സോഷ്യൽ മീഡിയയിലും പോസ്റ്ററുകളായി വരുന്നൊരു കാലഘട്ടമാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ചെറുപ്പക്കാർ എത്ര ആളുകൾക്ക് പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം അറിയുവാനും കഴിവുള്ള ആളുകളുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ, ഈ കൊച്ചു കേരളത്തിൽ തന്നെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളെക്കുറിച്ച് ചോദിച്ചാൽ അവർക്ക് കൃത്യമായ ഉത്തരം പറയാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടെ സാമൂഹ്യമായി ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ദൃഢമായ ബന്ധവും അടുത്തറിയുവാനും അവരെക്കുറിച്ച് അന്വേഷിക്കുവാനും അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള മനസ്സ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതൊരു ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിരിക്കാം. പക്ഷേ എൻ്റെ നിഘണ്ടുവിൽ സൗഹൃദം എന്ന് പറഞ്ഞാൽ എന്നും പരസ്പരം അറിഞ്ഞ്, പരസ്പരം ഒന്നും ആഗ്രഹിക്കാത്ത, എനിക്ക് ഇന്നത് വേണം, ഞാൻ ഇന്നത് ചെയ്താൽ എനിക്ക് ഇന്നത് വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ബന്ധത്തിൻ്റെ ഉടമകൾക്കാണ് സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതിനാണ് യഥാർത്ഥ സൗഹൃദം എന്ന് പറയുന്നത്. അതിനാണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. പരസ്പരം ഒന്നും ആഗ്രഹിക്കാതെ, ഒന്നും പ്രത്യേകിച്ച് ചിന്തിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ് പെരുമാറുന്ന, ഏത് കഷ്ടപ്പാടിലും നല്ല കാലത്തും അല്ലെങ്കിൽ മറ്റു സമയങ്ങളിലും കൂടെ നിന്ന് സാന്ത്വനിപ്പിക്കുന്ന, സ്നേഹം വിതറുന്ന ആളുകളാണ് ഏറ്റവും നല്ല സുഹൃത്തുക്കൾ. അതിനെയാണ് സൗഹൃദമെന്ന് നമ്മൾ വിളിക്കേണ്ടത്.